Hi all, welcome to EduBlitz Learning. This is Shani from EduBlitz Learning. So in the class, let's have a look at English syllabus for CUT NCET 2026. Hi all, welcome to EduBlitz Learning. So in the class, let's have a look at English syllabus for CUT and NCET 2026. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ NCET എക്സാമും അതുപോലെ CUT എക്സാമിൻ്റെയും ഇംഗ്ലീഷിൻ്റെ സിലബസിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഓവറോൾ ലുക്ക് ഒരു വ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷിൽ പൊതുവേ നമ്മൾ കേരളൈറ്റ്സിന് ഇംഗ്ലീഷിൽ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എന്താണ് മാർക്ക് വളരെ ലോ മാർക്സ് ആണ് കിട്ടാറ്. എന്തുകൊണ്ടാണ്? പൊതുവേ നമ്മുടെ മലയാളീസിന് ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ലോ സ്കോർസ് ആണ് കിട്ടാറ്. നമ്മൾ ലാസ്റ്റ് ഇയർ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ നോക്കിയാൽ മലയാളീസിന് വളരെ കുറവാണ്. ഇംഗ്ലീഷിലുള്ള മാർക്ക് കൊണ്ടാണ് പലർക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും NITകളിലും IITകളിലും അവസരം നഷ്ടപ്പെടുന്നത്. സോ ഇംഗ്ലീഷ് എന്ന് വെച്ചുള്ള വിഷയം എല്ലാത്തിനും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഏത് സ്ട്രീം ആണെങ്കിലും ഇത്തരം എൻട്രൻസ് എക്സാമിൽ ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യമുണ്ട്. സോ എന്താണ് ഇംഗ്ലീഷിൽ മെയിനായിട്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് 1 നിന്നാണ്. പാർട്ട് 1 ഉൾപ്പെട്ടിട്ടുള്ളതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വായിച്ചിട്ട് അതിനോട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് നമ്മൾ എത്രത്തോളം കോംപ്രിഹെൻഡ് ചെയ്യുന്നു, എത്രത്തോളം മനസ്സിലാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏകദേശം 50% ഓഫ് ക്വസ്റ്റ്യൻസ് എന്തിൽ നിന്നാണ് വരുന്നത്? റീഡിങ് കോംപ്രിഹെൻഷനിൽ നിന്ന് മാത്രം 50%ഓളം ക്വസ്റ്റ്യൻസ് CUTയിലും അതുപോലെ NCETയിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ പ്രാധാന്യത്തെ അത് കാട്ടുന്നത്. 50% ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് വരുന്നത്. സോ റീഡിങ് കോംപ്രിഹെൻഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. 3 ടൈപ്പാക്കി നമുക്ക് എന്താക്കാം? റീഡിങ് കോംപ്രിഹെൻഷൻ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് വൺ, അതായത് ദർ വിൽ ബി 3 ടൈപ്പ് ഓഫ് പാസേജസ്, മാക്സിമം 300 വേർഡ്സ്. പൊതുവേ CUT എക്സാമിലൊക്കെ എങ്ങനെയാണ് കണ്ടുവന്നത്? ഒരു 300 വേർഡ്സിൽ കുറയാത്ത ഒരു പാരഗ്രാഫ്സ് ആണ് നമുക്ക് കിട്ടുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഫസ്റ്റ് വൺ മെയിനായിട്ട് ഇവർ ചോദിക്കുന്നു. ഫസ്റ്റ് വൺ ഫാക്ച്വൽ എന്ന് വെച്ചാൽ എന്താണ്? 3 ടൈപ്പ് റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഫാക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സത്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ട്രൂത്ത് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു പാസേജ് ഉണ്ടാവും. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻസ് മൂണിൽ ലാൻഡ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് തന്നത്. അതെന്തായിരിക്കും? അത് ട്രൂത്ത് ബേസ്ഡ് ആയിരിക്കും. രണ്ടാമത്തത്, അപ്പോൾ ആ രീതിയിലുള്ള പാരഗ്രാഫ് തന്നിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് വൊക്കാബ്സ് കാര്യങ്ങളൊക്കെ, നമുക്ക് നല്ല വൊക്കാബ്സ് കാര്യങ്ങളുള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് അങ്ങനത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നെക്സ്റ്റ് വരുന്നതാണ് നെറേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? നെറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു കഥ, എന്തെങ്കിലും ഒരു നെറേറ്റീവ് ഇവൻസിന്, എന്തെങ്കിലും ഒരു സീക്വൻഷ്യലായിട്ട് ഒരു കാര്യത്തെപ്പറ്റി ഉള്ള ഒരു നെറേഷൻ ഉണ്ടോ? നെറേഷൻ എന്ന് വെച്ചാൽ ഒരു കഥ പോലെ എന്തെങ്കിലും ഒരു സംഗതിനെ കുറിച്ചുള്ള മാതിരി അതേ മോഡലുള്ള പാരഗ്രാഫ്സ് ആണ് നെറേറ്റീവ് പാരഗ്രാഫ്സ്. നെക്സ്റ്റ് ഒന്നാണ് പിന്നെ കണ്ടു വന്നിട്ടുള്ള മോഡൽ പാരഗ്രാഫാണ് ലിറ്റററി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരഗ്രാഫ്സ്. ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? സ്റ്റോറീസ് ഉൾപ്പെടും, അതുപോലെ പോയംസ് ഉൾപ്പെടും, അതുപോലെ പിന്നെ പ്ലേസ് ഉൾപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷേക്സ്പിയർ നാടകത്തിലുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിലാണ് ഉൾപ്പെടുന്നത്? ലിറ്റററിയിൽ ഉൾപ്പെടും. സോ എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരുന്ന പാരഗ്രാഫ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റീഡിങ് കോംപ്രിഹെൻഷനിൽ എക്സൽ ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണ്? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് വൊക്കാബ് വേണം. വൊക്കാബ് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പദസമ്പത്ത് വേണം. നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മളെ വൊക്കാബ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലുള്ള ഫുൾ മാർക്സും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വൊക്കാബ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി എന്തെങ്കിലും ഹൈ ക്വാളിറ്റി ഉള്ള ജേർണൽസ് നമ്മുടെ വൊക്കാബ്സ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിച്ചിട്ട്
അതിൽ നിന്ന് നമ്മൾ തന്നെ സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ യഥാർത്ഥത്തിൽ പത്രം വായിക്കണമെന്നില്ല, ഓൺലൈനായിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്താലും മതി. ആ രീതിയിൽ നമ്മൾ വൊക്കാബ്സ് നമ്മൾ ഡെയിലി ആയിട്ട് എന്തെങ്കിലും വായിച്ച് നമ്മളെ പദസമ്പത്ത് എന്തായിരിക്കണം നമ്മൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് വേർബൽ എബിലിറ്റി. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത് റീ അറേഞ്ച് ദ പാർട്സ്. റീ അറേഞ്ച് ദ പാർട്സ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെങ്കിലും സെൻറ്റൻസ് കാര്യങ്ങളും തരും, അത് തെറ്റിച്ചാണ്ടായിരിക്കും ഉണ്ടാവുക. ഒരു ഇല്ലോജിക്കലായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ആയിരിക്കും. ആ സ്ട്രക്ചറിനെ നമ്മൾ എന്താക്കണം, ലോജിക്കലി ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് എന്താക്കണം, കൺവേർട്ട് ചെയ്യണം. ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് നിർബന്ധമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പാണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് മാച്ച് ചെയ്യാൻ, അതായത് ചില ഇല്ലോജിക്കലായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളെ എന്താക്കണം, ലോജിക്കലി നമ്മൾ മാച്ച് ചെയ്യണം. അത് ചിലപ്പം എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാരഗ്രാഫിനെ ബേസ്ഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കലി മിസ്മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ എന്താക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങളെ നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിനെ മാച്ച് ചെയ്യുക. നെക്സ്റ്റ് ആണ് ചൂസ് ദ കറക്റ്റ് വേർഡ്. ഇതിൽ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക? കറക്റ്റ് വേർഡ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിട്ട് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് വേർഡ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. അപ്പോൾ സൂപ്പറിൻറ്റൻഡൻറ്റ് എന്നുള്ള വേർഡ് എന്തായിരിക്കും, ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള സ്പെല്ലിംഗ് എന്തായിരിക്കും, തെറ്റായിട്ടായിരിക്കും. നമ്മൾ എന്താക്കണം, കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടെത്തണം. പിന്നെ വരുന്ന സെക്ഷനാണ് സിനണിംസ് ആൻഡ് ആൻ്റണിംസ്. സിനണിംസ് എന്ന് വെച്ചാൽ എന്താണ്? സിനണിംസ് എന്ന് വെച്ചാൽ സെയിം ആയിട്ടുള്ള വേർഡ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേർഡ് തന്നിട്ടുണ്ടായിരിക്കും, ആ വേർഡിൻ്റെ അതേപോലെയുള്ള വേറൊരു വേർഡ് കണ്ടെത്തുന്ന രീതിയായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സിനണിംസ് ആൻഡ് ആൻ്റണിംസ്. സിനണിംസ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ സെയിം മീനിങ് വരുന്നതിന് നമ്മൾ എന്ത് പറയും, സിനണിംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും സിനണിംസിന്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബിഗിന് അതേ വേർഡ് അതേ മീനിങ് വരുന്നതാണ് എന്ത്, ലാർജ്. ബിഗ് ആൻഡ് ലാർജ്. അപ്പോൾ ബിഗിൻ്റെ സിനണിമാണ് എന്ത്, ലാർജ്. അതുപോലെ ഒരു ഉദാഹരണത്തിന് വേറൊന്ന്, കാറിൻ്റെ ഒരു സിനണിമാണ് എന്ത്, ഓട്ടോമൊബൈൽ. അതായത് അതേ മീനിങ് ആണ്. എന്താണ് രണ്ടിൻ്റെ അർത്ഥം എന്താണ്, കാറ് അല്ലെങ്കിൽ വാഹനം എന്നുള്ള അർത്ഥമാണ് രണ്ടിനും വരുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് എന്ത്, ആൻ്റണിംസ്. ആൻ്റണിംസ് എന്ന് വെച്ചാൽ എന്താണ്, ആൻറ്റി മീനിങ്, ഓപ്പോസിറ്റ് മീനിങ്. അതാണ് എന്ത് ആൻ്റണിംസ്. ആൻ്റണിംസിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഗുഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഗുഡിൻ്റെ ഓപ്പോസിറ്റ് ബാഡ്. അത് നമുക്കൊരു ആൻ്റണിംസ് ആയിട്ട് കണക്കാക്കാം. അതുപോലെ ഹോട്ടെന്ന് വെച്ചാൽ എന്താ, നല്ല ചൂടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, തണുപ്പ്. സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ഇത്രയുമാണ് എന്ത് CUT NCT എക്സാമിന് ഏകദേശം വരുന്ന ഇംഗ്ലീഷിൻ്റെ സിലബസ്. ഇതിൽ കൂടാതെ എക്സ്ട്രാ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. എന്തിനെക്കുറിച്ചൊക്കെ വരും? നമ്മൾ ടെൻസിനെ കുറിച്ച് വരും, ടെൻസസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടെൻസസ് ഉണ്ടാവും, അതുപോലെ പ്രിപ്പോസിഷൻസ് ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഇത്രയും ഏരിയാസിൽ നിന്ന് ചോദ്യം വരും. മെയിനായിട്ട് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏരിയ എന്താണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈയിടെ കണ്ടുവരുന്നത് എന്താണ്, റീഡിങ് കോംപ്രിഹെൻഷനും പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള റീഅറേഞ്ചിങ് ദ പാർട്സ്, മാച്ച് ദ ഫോളോയിങ്, ചൂസിങ് ദ കറക്റ്റ് വേർഡ്സ്, സിനണിംസ് ആൻ്റണിംസ്. അതിൻ്റെ കൂടെ തന്നെ ടെൻസസ്, പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത്രയുമാണ് ഇംഗ്ലീഷിൻ്റെ CUT NCT സിലബസിൻ്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ. സോ നമ്മുടെ അടിപൊളി ക്ലാസ് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഡു ചെക്ക് ഔട്ട്.